ഹായ്, കാലിക്സ് ഇൻഫോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളുടെ വീട്ടിലൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ അവർ നിർബന്ധമായും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പ് കേരള സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. കൃത്യസമയത്ത് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് വരുന്നത് തടസ്സപ്പെടും. അപ്പോൾ ആരൊക്കെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം നമ്മൾ വിശദമായി തന്നെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയപരിധി ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. അക്കൗണ്ടിലേക്ക് പെൻഷൻ വാങ്ങുന്നവരാണെങ്കിലും വീട്ടിലേക്ക് പെൻഷൻ വരുന്നവരാണെങ്കിലും മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. അവരിൽ 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ മാത്രം മസ്റ്ററിംഗ് ചെയ്താൽ മതി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ എന്നുള്ള കാറ്റഗറിയിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയവയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്നവരും മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. അസുഖബാധിതരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹോം മസ്റ്ററിങ്ങിനുള്ള സൗകര്യമുണ്ട്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിശ്ചിത ഫീസ് മസ്റ്ററിങ്ങിനായി അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഗുണഭോക്താക്കൾ നേരിട്ട് നൽകേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് എത്തി മസ്റ്ററിംഗ് ചെയ്യുന്നവർ 30 രൂപയും ഹോം മസ്റ്ററിങ്ങിന് 50 രൂപയുമാണ് നൽകേണ്ടത്. ജൂൺ 17 മുതലാണ് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത്. എന്നാൽ ഈ മാസം തന്നെയോ അല്ലെങ്കിൽ അടുത്ത മാസം തന്നെയോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സെപ്റ്റംബർ 30 ചെയ്താൽ മതി. ആദ്യത്തെ മാസം തന്നെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടാൻ പോകുന്നില്ല. സെപ്റ്റംബർ 30 ശേഷം ചെയ്യാത്തവരുടെ പെൻഷൻ മാത്രമേ തടസ്സപ്പെടുകയുള്ളൂ. പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടോ എന്നും കേരളത്തിൽ താമസമുണ്ടോ എന്നും ഉറപ്പിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് മസ്റ്ററിംഗ്. നമ്മുടെ ആധാറുമായി ചെന്നാണ് നമ്മൾ മസ്റ്ററിംഗ് നടത്തേണ്ടത്. കിടപ്പ് രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പർമാരെയോ അറിയിച്ച് ഹോം മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവരാണെങ്കിൽ പഞ്ചായത്തിലൊന്നും പോവേണ്ടതില്ല. എന്നാൽ മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് പരാജയപ്പെട്ടവരാണെങ്കിൽ പഞ്ചായത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആധാർ ഇല്ലാത്ത ഗുണഭോക്താക്കളാണെങ്കിലും അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ഓഫീസർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30 തന്നെ പെൻഷൻ മസ്റ്ററിംഗ് നടത്തി നിങ്ങളുടെ പെൻഷൻ സുരക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക. ചില സമയങ്ങളിൽ സർക്കാർ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയം ദീർഘിപ്പിച്ച് നൽകാറുണ്ട്. നിലവിൽ സെപ്റ്റംബർ 30 വരെയാണ് നൽകിയിട്ടുള്ള സമയം. അപ്പോൾ എല്ലാവരും ഈ സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കുക. പിന്നെ 2025 ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ചവർ മാത്രം പോയാൽ മതി മസ്റ്ററിങ്ങിനായി. 2026 പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല.